സുഹൃത്തുക്കളെ നമസ്കാരം. ഞങ്ങളുടെയൊക്കെ നാട്ടിലെ ഒരു ചൊല്ലുണ്ട്. അത് പറയാൻ ഇപ്പോൾ എനിക്ക് ഒരു മടിയാണ്. അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി മാറ്റി പറയാം. ഈ വിസർജിച്ചവനെ ചുമന്നാൽ ചുമന്നവന് നാറും. ഇങ്ങനെയല്ല പറയുന്നത്. ഞാൻ എൻ്റെ ഒരു സംസ്കാരം അനുസരിച്ചൊന്ന് മാറ്റി പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയാണ് ഒരു ചൊല്ലുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പം ഇപ്പോഴത്തെ സംഭവങ്ങൾ. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പ സംഗമം നടത്താനായിട്ട് പോയപ്പം ഈ വെള്ളാപ്പള്ളിയെ കൂടെ കയറ്റി. അപ്പോൾ ഇതിൽ ആരാണ് വിസർജിച്ചവൻ എന്ന് നമുക്ക് തിരിച്ചറിയാനൊക്കത്തില്ല. ഇപ്പം രണ്ടുപേരും ഇതിനകത്ത് നാറിയിരിക്കുക. അതിലങ്ങോട്ടും ഇങ്ങോട്ടും വിസർജിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നാറ്റിയതാരാന്ന് തന്നെ അറിയത്തില്ല. എന്നാലും ഈ പിണറായി വിജയൻ്റെ കാറിൽ ഇദ്ദേഹത്തെ കയറ്റിയത് കാരണമാണ് ഇപ്പം ഇയാൾ നാറി, പിണറായി വിജയൻ നാറി. ഇയാൾ ഇന്ന് കാണിച്ച ചില വിവരക്കേടുകളൊക്കെ കണ്ട് നമ്മളെല്ലാവരും ചാനലുകാരുടെ മൈക്ക് തെറിപ്പിക്കുക, ബപ്പ് കടിച്ചുകൊണ്ട് അവനെ അടിക്കാൻ പോയി. റിപ്പോർട്ടർ ചാനൽ അത്ര നല്ല ചാനലൊന്നും അത് പറയുന്നില്ല. എങ്കിലും ഒരാളുടെ ചോദ്യം ചോദിക്കുന്നതിന് ഇത്ര അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യം എന്തോ ഇരിക്കുന്നു ഇദ്ദേഹത്തിന്? അതോ ഈ ശിവഗിരി തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നൊരു അവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ വളരെ നല്ല മനസ്സോടു കൂടി വരേണ്ട ഒരു സന്ദർഭത്തിലാണ് ഇയാൾ ഈ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ വിസർജിച്ചവനെ ചുമ്മിയാൽ അവനും നാറും. അപ്പോൾ ഈ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിസർജിച്ച് നാറിക്കൊണ്ടിരിക്കുക. അതിന് ഇപ്പം കേരള സമൂഹം അതിനെപ്പറ്റി ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. എന്തോ ഇതിൻ്റെ ആവശ്യമാണ് ഇത്? നാരിയൊരു നാറി. നമ്മളോട് ഇത് ചർച്ച ചെയ്ത് പിന്നെയും നാറ്റിക്കാതിരിക്കുകയാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.